ചാനലിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രോഡക്റ്റ് ആണ് റിവ്യൂ ചെയ്യുന്നത്. MIയുടെ റീസെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു കോമ്പാക്ട് സ്പീക്കർ, MI കോമ്പാക്ട് സ്പീക്കർ 2 ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. അതിന്റെ ഫുൾ ഫീച്ചേഴ്സ്, പ്രോസും കോൺസും എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ അൺബോക്സിംഗ് പ്ലസ് അതിന്റെ ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു മിനിമൽ ഡിസൈനിലുള്ള പാക്കിങ്ങിലാണ് നമ്മുടെ സ്പീക്കർ നമുക്ക് കിട്ടുന്നത്. നല്ല പ്രീമിയം ഫീൽ വരുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് കേസിലാണ് നമ്മുടെ സ്പീക്കർ ഇരിക്കുന്നത്. നമ്മുടെ സ്പീക്കറിൻ്റെ ഡിസൈനൊക്കെ കംപ്ലീറ്റ്ലി കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ പാക്കിങ്. അതേപോലെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള പാക്കിങ്ങുമാണ്. നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്ന തരത്തിലുള്ളൊരു പാക്കിങ്ങാണ്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ സൈഡിലൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്, അത് പീൽ ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ലിഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അകത്തെ ബോക്സ് എടുക്കാൻ സാധിക്കും. എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ഒരു റൗണ്ട് ഹോളിലാണ് നമ്മുടെ സ്പീക്കർ വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്കി പാക്കിംഗ് ഡീറ്റെയിൽസ് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ സൈഡിലൊക്കെ കുറേ കാര്യങ്ങൾ ഇവർ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് നമ്പേഴ്സും ഇതിൻ്റെ കളറും പിന്നെ മോഡൽ നമ്പരും പിന്നെ ഇപ്പുറത്തായിട്ടൊരു MIയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ്, മെയിൻ ഫീച്ചേഴ്സൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഫീച്ചേഴ്സൊക്കെ ഇവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചാർജിങ്ങിൻ്റെ കാര്യത്തിലും പവറിൻ്റെ കാര്യത്തിലും ബ്ലൂടൂത്ത് വേർഷൻ്റെയും പിന്നെ ഐഡിൽ റേഞ്ചൊക്കെ ഇതിൽ ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ പാക്കിങ്ങിനുള്ളിൽ MI കൊടുത്തിരിക്കുന്നത് 2 സാധനങ്ങളാണ്. ഒരു റിസ്റ്റ് സ്ട്രാപ്പ്, അത് ഇതിൽ അപ്ലൈ ചെയ്തിട്ട് ഹാങ് ചെയ്യാനും കയ്യിൽ കൊണ്ടു നടക്കാനൊക്കെ ഉള്ളതാണ്. പിന്നെ ഒരു മാനുവലും ഉണ്ട്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു പേപ്പർ മാനുവൽ. അതിൽ MI കോമ്പാക്ട് ബ്ലൂടൂത്ത് സ്പീക്കർ 2 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും പിന്നെ എന്തൊക്കെയുണ്ട് ഇതിൻ്റെ ഈ സ്പീക്കറിൻ്റെ ഫിസിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ഇവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കുറേ സ്പെസിഫിക്കേഷനൊക്കെ ഇവർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്പീക്കറിൻ്റെ ഫിസിക്കൽ ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ നല്ലൊരു ഡിസൈനിലാണ് ഇത് വരുന്നത്. സൈഡിലായിട്ടൊരു LED ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. ഇപ്പുറത്തായിട്ട് ഒരു മൈക്രോ USB ചാർജിങ് പോർട്ടും അതിൻ്റെ മണ്ടയ്ക്കായിട്ട് നമ്മുടെ ഈ റിസ്റ്റ് സ്ട്രാപ്പ് ഇടാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാപ്പ് ഹോളും കാണാൻ സാധിക്കും. മേളിലായിട്ടാണ് മെയിനായിട്ട് ഒരു പവർ ബട്ടൺ വരുന്നത്. അതിൽ തന്നെയാണ് ബ്ലൂടൂത്ത് പെയറിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫിസിക്കൽ ആസ്പെക്ട്സ്. മേളിൽ നടുക്കായിട്ട് ഇതിൻ്റെ MIയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈൻ നല്ല രസമാണ് കാണാൻ, വളരെ കോമ്പാക്റ്റ് ആണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ പവർ 2 വാട്ടാണ്, ബ്ലൂടൂത്ത് വേർഷൻ 4.2 ആണ്, ഐഡിൽ റേഞ്ച് 10 മീറ്റർ ആണ്, ബാറ്ററി 480 mAh ആണ് നമുക്ക് ലഭിക്കുക. കണ്ടിന്യൂസ് 6 hours 80% വോളിയത്തിൽ പ്രവർത്തിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഞാനങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചില്ല. സാധാരണ ഒരു യൂസിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. ഇത് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ആദ്യം നമ്മുടെ സ്പീക്കറിൻ്റെ പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് അത് ഓണാക്കുക. അപ്പോൾ അതിൽ നിന്നൊരു വോയിസ് കമാൻഡ് വരും. അത് കഴിഞ്ഞ് നമ്മുടെ ഫോണിലെ ബ്ലൂടൂത്ത് ഓണാക്കി ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും. ഇല്ലെങ്കിൽ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി, ഇത് കണക്റ്റ് ആയിക്കോളും. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And പാട്ട് പ്ലേ പോസ് അതുപോലെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനും ഇതിൻ്റെ ഈ പവർ ബട്ടൺ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പം ഇത് പോസ് ചെയ്യാനും പ്ലേ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. ഹലോ മിഥുനെ, ഹലോ, ഞാനൊരു സൗണ്ട് ടെസ്റ്റിന് വേണ്ടി വിളിച്ചു. എൻ്റെ സൗണ്ടിന് വല്ല വേരിയേഷൻ വല്ലതും ഉണ്ടോ? ഞാനിപ്പം MIയുടെ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്പീക്കറിൽ ഞാൻ വിളിക്കുന്നത്. അപ്പം അതിലെന്തെങ്കിലും ബിൽറ്റ് ഇൻ മൈക്കിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ചത്. അപ്പം നിന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഉണ്ടോ ഞാൻ ഈ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ? ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ ഓഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിലും ബിൽറ്റ് ഇൻ മൈക്കിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലും ഏകദേശം ഒരു ഐഡിയ വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു റേറ്റിന് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഈ സ്പീക്കർ നമുക്ക് തരുന്നത്.
നമുക്കിനി ഇതിൻ്റെ മേന്മകളും പോരായ്മകളും ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഇതിൻ്റെ മേന്മകൾ പറയാം. ഫസ്റ്റ് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയാണ്. നമ്മൾ ഈ പൈസയ്ക്ക് ഈ ഒരു സ്പീക്കർ മേടിക്കുമ്പോൾ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ വാല്യൂ ഫോർ മണിയായിട്ട് തന്നെ നമുക്ക് ലഭിക്കും. ബിൽഡ് ക്വാളിറ്റി എടുത്ത് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഈ സ്പീക്കർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. കാണാനായാലും നല്ല അട്രാക്റ്റീവാണ്, നല്ല കോമ്പാക്റ്റുമാണ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്ട്രാപ്പ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കാര്യമാണ്. അതായത് നമുക്ക് ഇതിനകത്തൊരു സ്ട്രാപ്പ് ഹോളും പിന്നെ ഒരു സ്ട്രാപ്പും ഇവർ പാക്കിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്യാനും കയ്യിൽ തന്നെ അത് ഇട്ട് കൊണ്ടു നടക്കാനും ഒക്കെ സാധിക്കും. അത് കൊടുത്ത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇത് കോമ്പാക്റ്റ് ആണ്, വളരെ ലൈറ്റ് വെയ്റ്റുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഈസിലി ആയിട്ട് നമുക്കിത് ക്യാരി ചെയ്യാൻ, എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്യാൻ, പോക്കറ്റിൽ ക്യാരി ചെയ്യാം, അങ്ങനെ എന്തും ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും ഇതിനകത്ത് വോയിസ് കമാൻഡ്സ് വരുന്നുണ്ട്. അതും ഈ ഒരു കുഞ്ഞു പ്രൊഡക്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് നല്ല കാര്യം തന്നെയാണ് എനിക്ക് തോന്നി. നമുക്കിനി ഇതിൻ്റെ നെഗറ്റീവ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇതിനകത്തൊരു ചാർജിങ് കേബിൾ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ചെറിയൊരു ചാർജിങ് കേബിൾ ഇവർക്ക് കൊടുക്കായിരുന്നു. പിന്നെ ഇതിനകത്ത് വോളിയം കൺട്രോൾ കീസ് ഇവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വോളിയം ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല, ഫോണിൽ മാത്രമേ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് ഐഡിയൽ റേഞ്ച് 10 മീറ്ററേ കൊടുത്തിട്ടുള്ളൂ. ഈ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഈ 10 മീറ്റർ ഓക്കെയാണ്. എന്നാലും മറ്റുള്ള സ്പീക്കേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ചെറിയൊരു അല്പം കുറവാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിൽ സ്പ്ലാഷ് പ്രൂഫോ വാട്ടർ പ്രൂഫോ ഒന്നും ഇവർ സർട്ടിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ മഴയത്തോ അങ്ങനെ എന്തെങ്കിലും വെള്ളം തെറിച്ചാൽ എന്തെങ്കിലും ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിനെ കൊണ്ട് ഒരു റൂം കംപ്ലീറ്റ്ലി നമുക്ക് നല്ല രീതിയിലുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ സാധിക്കും. ഈ കോമ്പാക്ട് സ്പീക്കർ മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഈ കോമ്പാക്ട് സ്പീക്കറിൻ്റെ MRP 899 രൂപയാണ്. ഈ റേറ്റിന് ഈ ഒരു സ്പീക്കർ വാല്യൂ ഫോർ മണി തന്നെയാണ്, അത് ഒരു ഡൗട്ടും ഇല്ല. കാരണം ആ ഒരു റേറ്റിന് കിട്ടാവുന്ന എല്ലാ സ്പെസിഫിക്കേഷനും MI നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ MI കോമ്പാക്ട് സ്പീക്കറിൻ്റെ അടുത്ത സീരീസ് വരുവാണെങ്കിൽ കുറച്ച് സജഷൻസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് 899 ആണ്. ഇനി വരാൻ പോകുന്നതിന് കുറച്ചുകൂടെ റേറ്റ് കൊടുത്തിട്ട് ഇതേ സൈസിൽ തന്നെ കുറച്ചുകൂടെ ഐഡിയൽ റേഞ്ച് കൊടുത്ത് 10 മീറ്റർ അല്പം കുറവാണെന്ന് എനിക്ക് തോന്നി. അതുകൂടെ അപ്പം അതിനനുസരിച്ച് റേറ്റ് കൊടുത്തിട്ട് 10 മീറ്റർ കൂട്ടി അതിലൊരു സെപ്പറേറ്റ് വോളിയം കൺട്രോൾസ്, ആ മെയിൻ ബട്ടണിൽ തന്നെ സൈഡിലോട്ട് ലെഫ്റ്റിലോട്ട് അങ്ങനെ ഒരു വോളിയം കൺട്രോൾ കീസ് കൊണ്ടുവന്നിട്ട് ഒരു ഗൂഗിൾ അസിസ്റ്റന്റിന്റെ ബട്ടണോടുണ്ടെങ്കിൽ അടുത്ത സീരീസ് കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. MIയുടെ ഒരു പുതിയൊരു സീരീസ് വരുവാണെങ്കിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു കോമ്പാക്ട് സ്പീക്കർ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവും. അതിനനുസരിച്ച് റേറ്റും കൂട്ടിയാൽ നമുക്ക് കുറച്ചുകൂടെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കോമ്പാക്ട് സ്പീക്കർ ആയിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പുതിയ സീരീസിലൊക്കെ ഉള്ള എൻ്റെ ഒരു സജഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ അൺബോക്സിംഗ് വീഡിയോസിനും മറ്റുള്ള പ്രോഡക്റ്റ് റിവ്യൂസിനും ജെന്യുവിൻ ആയിട്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് ഉള്ള എല്ലാത്തിൻ്റെ റിവ്യൂസിനായി, ടെക് റിലേറ്റഡ് വീഡിയോസിനായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.